മന്ന പൊഴിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൻ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ബലവും ധൈര്യമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ബി സ്ട്രോങ് ആൻഡ് ഓഫ് എ ഗുഡ് കറേജ്, fear not, nor be afraid of them, for the Lord thy God, he it is that doeth go with thee. He will not fail thee, nor forsake thee. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് 3 വാക്കുകളാണ്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഫെയിൻറ്റ് നോട്ട്, തളരരുത് എന്നുള്ളതാണ്. ഫെയിൻറ്റ് നോട്ട്. മറ്റൊന്ന്, ഫൊർഗെറ്റ് നോട്ട്, മറക്കരുത്. മറ്റൊന്ന്, ഫിയർ നോട്ട്, ഭയപ്പെടരുത്. ഈ 3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ച വേദഭാഗത്തിലും നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും അവൻ്റെ കരുതലിനെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കഴിഞ്ഞ വർഷമായ 2025 തളരാതിരുന്നവർ കുറവല്ലെന്ന് ഉള്ളത് എൻ്റെ കേൾവിക്കാർക്കറിയാം. ഭയപ്പെട്ട എത്രയെത്ര മാസങ്ങൾ, ദിവസങ്ങൾ, ലോകമെമ്പാടുമുള്ള ജനത ഭയപ്പെട്ട് വിറങ്ങലിച്ച ദിവസങ്ങൾ, മാസങ്ങളായിരുന്നു. പക്ഷേ ഇവയെല്ലാം പെട്ടെന്ന് നാം മറന്നുപോകും. എന്തെല്ലാം മറന്നാലും സങ്കീർത്തനക്കാരൻ പറയുന്നത് 103 പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് മുമ്പ് വലിയ 7-ലധികം ജാതികൾ ശത്രുക്കളായി ഇവർക്കുണ്ടായിരുന്നു. പലപ്പോഴും ശത്രുരാജ്യങ്ങൾ ഇവരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ കീഴ്മേൽ മറിച്ചു. അനേക വർഷങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ മേൽ ആധിക്യം പ്രാപിച്ചു. കാരണം ഇസ്രായേൽ ദൈവത്തിന് വിരുദ്ധമായിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്നു. ദൈവം ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. എന്നാൽ സങ്കീർത്തനം 48-14 ഈ ദൈവം, നമ്മുടെ ദൈവം, അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും. കോരപുത്രന്മാരുടെ സാക്ഷ്യമാണ്. അത് നാം കേൾക്കേണ്ടതായിട്ടുണ്ട്. അവരെന്താണ് പറയുന്നത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർ പറയുകയാണ്, അതെ, അപ്പനും കൂട്ടരും മോശയ്ക്ക് വിരോധമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഭൂമി എന്ത് ചെയ്തു? ഭൂമി വായ് പിളർന്ന് കോരഹിനെയും കൂട്ടരെയും വിഴുങ്ങി. 4 പേർ ഒന്നിച്ചാണ് എതിർപ്പിനായിട്ട് വന്നത്. അവരിൽ ഒരുവൻ പിന്മാറി. അവൻ്റെ പേരെത്രേ? ഓൻ. അവൻ ദൈവത്തെയും അവൻ്റെ ന്യായവിധിയെയും ഭയപ്പെട്ടു. ഓൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് പ്രസ്താവ്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതെ, എന്നാൽ ഇന്നത്തെ ചില ഓന്മാർക്ക് യാതൊരു ഭയവും പേടിയില്ല എന്നുള്ളതാണ്. അതെ, ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനായിരിക്കുന്ന ഗുജറാത്തിൽ 2001 ഭൂമി വായ് പിളർന്ന് ലക്ഷങ്ങളെ വിഴുങ്ങിയ സ്ഥലമാണ് ഗുജറാത്ത്. ഇവിടുത്തെ ആൾക്കാർക്ക് തീരെ ദൈവഭയമില്ലെന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ യേശുവിനോടൊപ്പം കിടന്ന കള്ളന്മാരിൽ ഒരുവൻ ഇതരനോട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്നുള്ള ന്യായവിധിയുടെ ഭയപ്പെടുന്ന ശബ്ദം അടുത്ത കള്ളനോട് പറയാനായിട്ട് ഇടയായി. ഒരുത്തൻ കള്ളനായിരുന്നെങ്കിലും ഉള്ളു നല്ലതായിരുന്നു. പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അവൻ കള്ളനായിരുന്നു, പക്ഷേ കള്ളനായിരുന്നെങ്കിലും അവൻ്റെ ഉള്ളു നല്ലതായിരുന്നു. ഇത് വായിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും ഒന്ന് ചിന്തിച്ചാട്ടെ. അവൻ മാനസാന്തരപ്പെട്ടു. കർത്താവ് എന്ത് ചെയ്തു? അവന് പരദീസ വാഗ്ദത്തം ചെയ്തു.
പൗലോസ് ഒരിക്കൽ അത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവൻ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു എന്നാണ്. ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. പ്രിയ ശ്രോതാവേ, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണോ? നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ഭയം തട്ടിയിട്ടില്ലേ? റോമർ 8:1 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിലാകാത്തവർക്ക് എന്തുണ്ട്? ശിക്ഷാവിധി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. വേഗത്തിൽ മറ്റു ചില കാര്യങ്ങളുടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കരുതലിൻ്റെ 3 കാര്യങ്ങളാണ് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ കരുതൽ നടപടി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉണ്ടെന്നുള്ളതാണ്. ഹിസ് പ്രൊവിഷൻ ഫെയിലത്ത് നോട്ട്. ദൈവത്തെ ഒരുവൻ വിശ്വാസമർപ്പിച്ച് വിശ്വാസ ജീവിതം ആരംഭിച്ചാൽ ദൈവകരുതലിൻ്റെ ഓരോരോ സ്റ്റെപ്പുകൾ, ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവകരുതലിൻ്റെ മകുടോദാഹരണമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് ഓടിയെത്തുന്നത് ഏലിയ പ്രവാചകനാണ്. ഗിലെയാദിലെ തിസ്ബനായ ഏലിയാവ് എന്നാണ് 1 രാജാ 17-1 നമുക്ക് കാണുന്നത്. ഗിലെയാദ് എന്ന വാക്കിൻ്റെ ആ അർത്ഥം തന്നെ നിലയ്ക്കാത്ത ഉറവ എന്നാണ്. കർത്താവിൻ്റെ ജനത്തിന് 100 കണക്കിന് എന്ത് ചെയ്യുന്നു വർഷങ്ങൾക്ക് മുമ്പാണ്, കർത്താവിൻ്റെ ജനനത്തിന് 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ തന്നൊരു കൊച്ചു ഗ്രാമമായ തിസ്ബിയ എന്ന ഗ്രാമത്തിലാണ് ഈ പ്രവാചകൻ ജനിച്ചത്. അപ്പോൾ ആ പ്രവാചകനെ ദൈവം ചെയ്തു ദുഷ്ടനായ ആഹാബിൻ്റെ കാലത്ത് വെളിപ്പെടുത്തി കൊടുത്ത സത്യമാണ് ഈ 17 തൊട്ടുള്ള അധ്യായം നമുക്ക് കാണാണ്ട് കഴിയുന്നു. ആഹാബിൻ്റെ കാലത്ത് വലിയ ദുരന്തം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു വേനൽ വരാൻ പോവുകയാണ്. ആ സത്യം പറയാനായിട്ട് തന്നെ ചില ബുദ്ധിമുട്ടിലൂടെ ദൈവം എന്ത് ചെയ്തു? കടത്തി വിട്ടു എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ കെരീത്ത് സാരഫത്തയിലും ചില മാർഗങ്ങൾ എന്ത് ചെയ്തു? തൻ്റെ ദാസനായ ഏലിയാവിന് ഒരുക്കി. അപ്പോൾ ഞാനൊരു കാര്യം യാഥാർത്ഥ്യം നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ കൊറോണ കാലത്തും ജോലി നഷ്ടപ്പെട്ട, ആഹാരം നഷ്ടപ്പെട്ട, അപ്പനമ്മമാർ നഷ്ടപ്പെട്ട, സ്വന്തക്കാർ നഷ്ടപ്പെട്ട എത്ര പ്രിയപ്പെട്ടവരാണ് ദുഃഖിതരായി തീർന്നത്. എത്ര ദുഃഖകരമായ സംഭവങ്ങളാണ്. നാം അതിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു. ഈ സാഹചര്യത്തിലും ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ കരുതി എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ആകയാൽ പിന്നിട്ട വർഷങ്ങളൊക്കെ നമുക്ക് നോക്കി, ഈ കഴിഞ്ഞ 25 ഉൾപ്പെടെ പിന്നിട്ട വർഷങ്ങളെ നോക്കി നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കണം, യഹോവ ഇത്രത്തോളം സഹായിച്ചു, എബനെസർ എന്ന് പറയാനായിട്ട് ഇടയായി തീരണം. 1 ശമൂവേൽ 7:12 വാക്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. നമുക്ക് പുതുവർഷത്തിൽ ദൈവം തന്നിരിക്കുകയാണ്. ഈ പുതുവർഷത്തെ നോക്കി യഹോവ ജിരേ എന്ന് പറയാനായിട്ട് ഇടയാണ്. എന്ന് പറഞ്ഞാൽ യഹോവ കരുതിക്കൊള്ളും. ഉൽപ്പത്തി 22:14 വാക്യം. നമുക്ക് മുകളിലേക്ക് നോക്കാം. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു കൊടി കാണാൻ സാധിക്കും. യഹോവ എൻ്റെ കൊടി എന്ന് പുറപ്പാട് 17:15 വാക്യത്തിൽ യഹോവ നിസി എന്നുള്ള ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ചുറ്റുപാടിലേക്ക് നോക്കാം. ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ യഹോവ ഷാലോം, ന്യായാധിപന് 6:24 വാക്യത്തിൽ ദൈവം എൻ്റെ സമാധാനം എന്ന് പറയാനായിട്ട് ഒരു വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വിശ്വാസിക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പത്രോസും കൂട്ടരും ക്രിസ്തുനാഥനെ കൂടാതെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് പരാജയപ്പെട്ടപ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഇല്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ച് ശൂന്യത മാത്രം കൈമുതലായവർ വല കഴുകി കരകയറി പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ കുറവുകളെ ഓർക്കാത്ത, തങ്ങളെ സ്നേഹിക്കുന്ന അരുമനാഥൻ അടുത്തു വന്ന് പറയുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 21:5 വാക്യം. ഒറ്റ ശബ്ദം ഒന്നുമില്ല എന്നുള്ളതാണ്. ഉടനെ ക്രിസ്തു പറഞ്ഞത് പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവാനായിട്ട് പറഞ്ഞു. മടക്കി കെട്ടിയ വല നിവർത്തി വീശിയ പത്രോസിൻ്റെ
കണ്ണ് തള്ളിപ്പോയ സംഭവമായിരുന്നു പ്രസ്തുത സംഭവം. ഇതാണ് 153 വലിയ മത്സ്യം മാത്രമല്ല, കരയ്ക്ക് എന്താണ് കനലിൽ ചുട്ട മത്സ്യവും അടയും ഒരുക്കിയ കർത്താവ് അവരോട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുക. അവർക്കായി കരുതുന്ന കർത്താവും താങ്ങുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. താങ്ങുന്ന കരങ്ങൾ ആ ശിഷ്യന്മാരിൽ അവർ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പത്രോസ് അത് കണ്ടു. ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രം വലിയതാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ അവൻ്റെ കണ്ണ് തള്ളിപ്പോയ സന്ദർഭമാണ്. പാട്ടുകാരൻ ഭക്തന്മാരൊക്കെ പാടിയിട്ടുണ്ട്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ എന്ന് പാടുന്നത് നമ്മൾ പാടാറുണ്ട് സാധാരണയായിട്ട്. മറ്റൊരു കവി പാടി, താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ എന്ന് പാടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ആ പരാജയം വിജയമായിട്ട് തീരാനായിട്ട് ദൈവത്തിനിടയാകുന്നത്. രണ്ടാമത്തെ കാര്യം, പരാജയപ്പെടാത്ത ദയയാണ്. ഹിസ് കമ്പാഷൻ ഈസ് നോട്ട് ഫെയിൽ നോട്ട്. അവൻ്റെ ദയ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. വിലാപങ്ങളിൽ യിരെമ്യാ ഇങ്ങനെ അത് പാടുവാനിടയായി, നാം മുടിഞ്ഞു പോകാത്തത് ദൈവത്തിൻ്റെ ദയയാണ് എന്ന് വിലാപങ്ങൾ 3:24, 23 എന്നീ വാക്യങ്ങൾ പഠിക്കുന്ന ഒരു വേദ പഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ നമുക്ക് പറയാൻ സാധിക്കണം, ആകാശം മാറും, ഭൂതലവും മാറും, അവൻ്റെ ദയ ഒരിക്കലും മാറുകയില്ല എന്നുള്ളത് നമുക്ക് പാടാനായിട്ട് കഴിയണം. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അതിങ്ങനെയാണ്, ഗ്രേറ്റ് ഈസ് തൈ ഫെയ്ത്ത്ഫുൾനെസ്, O God my Father, there is no shadow of turning with thee. Thou changest not thy compassion, thy fail not. As thou hast been, the forever will be. Great is thy faithfulness, great is thy faithfulness. Morning by morning new mercies I see. All I have needed thy hand hath provided. Great is thy faithfulness, Lord, unto me. പ്രിയപ്പെട്ടവരെ, എത്രയോ അർത്ഥവത്തായ ഒരു പാട്ടാണ് നാം ഈ കേൾക്കുന്നത്. എത്രയോ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യം അവൻ നമ്മെ ഓർപ്പിക്കുകയാണ്. അവൻ്റെ ദയ എത്രയോ വലിയതാണ് എന്നുള്ള കാര്യം സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു. അവൻ്റെ ദയ ഒരിക്കലും വറ്റിപ്പോകാത്തതാണെന്നുള്ള കാര്യം ഈ പാട്ടുകാരൻ നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് പ്രഭാതത്തിലും അതുപോലെ പ്രദോഷത്തിലും ഒരുപോലെ ഉണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു. ഈ രാവിലെ നമുക്ക് അവൻ്റെ ദയയെ ഓർത്ത് പാടാൻ സാധിക്കണം. അവനെ മഹത്വം കരയറ്റാനായിട്ട് ഇടയായിത്തീരണം. കാരണം അവൻ്റെ ദയ എത്രയോ വലിയതാണ് എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. അത് പ്രഭാതത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രദോഷത്തിലും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര വിശ്വസ്തനായ സ്വർഗീയ താതൻ എന്നാണ്, എന്നെ പുലർത്തുമൻ സ്നേഹനാഥൻ. അവൻ പറയുന്നത്, പാട്ടുകാരൻ പറയുന്നത്, തൻ്റെ മാർവിൽ ചേർത്തണയ്ക്കുന്ന ആ ദിവ്യ സ്നേഹമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്തൻ നമ്മെ നടത്തും, എന്നെ പുലർത്തും. ഓരോ നാളും വൻ കൃപകളാൽ ആണ്. അവൻ വാക്ക് മാറാത്തവനാണ്. തൻ്റെ വാക്തത്വം തന്ന് എന്നെ നടത്തുവാൻ ആ സ്നേഹനാഥൻ മതിയായവനാണ്. നന്മയല്ല അതൊന്നുമില്ല ദൈവത്തിൻ്റെ പക്കൽ. അതുകൊണ്ട് അവൻ നമുക്ക് നന്മ തരുന്നവനാണ്. അതുപോലെ തന്നെ തൻ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം എന്തു ചെയ്യും, അവൻ വിൺമഹത്വത്തിനായിട്ട് എന്തു ചെയ്യും, അത് വ്യാപരിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കും എന്നുള്ള വലിയ ആ സത്യം അത് നമ്മെ ഈ പാട്ടിലൂടെ ഓർപ്പിക്കുന്നു. അത് അവൻ്റെ ദയ രാവിലെ തോറും വൈകിട്ട് തോറും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് ആ പാട്ടുകാരൻ ഓർപ്പിച്ചിരിക്കുന്നത്. എബ്രായലേഖനം 7:25 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സദാ പക്ഷപാതം ചെയ്യുവാനായിട്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. ക്രിസ്തു നീതിമാനായ കാര്യസ്ഥനായിട്ട് സ്വർഗത്തിലിരിക്കുകയാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. അവനോട് അടുത്ത് വന്നാൽ മതിയാവും.
അവൻ്റെ അരികിലോട്ട് അടുത്ത് വന്ന് ആ ദൈവമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് വന്നാൽ ദൈവം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് തരുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. 1 യോഹന്നാൻ 2:1 വാക്യത്തിൽ പാപം ചെയ്തു പോയെങ്കിലോ ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിക്കുന്നത്, കുഞ്ഞുങ്ങൾ ഒരുവൻ പാപം ചെയ്തു പോയാലോ എന്നെഴുതിക്കുന്നു. അപ്പോൾ നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് വേണ്ടി ഉണ്ടെന്നാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നീതിമാനായ കാര്യസ്ഥനാണ്. പ്രിയരെ, നമ്മുടെ കർത്താവ് ദൈവം മനസ്സിലുള്ളവനായ മഹാപുരോഹിതനാണ്. അവൻ കാര്യസ്ഥനാണ്, ചീഫ് പ്രീസ്റ്റാണ്, അവൻ അഡ്വക്കേറ്റാണ് എന്നുള്ള കാര്യമാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്ക് ആ ധൈര്യത്തോടെ അവൻ്റെ അടുക്കിലേക്ക് വരാം. മനുഷ്യർ ദയ കാണിച്ചില്ലെന്ന് വരാം, പക്ഷേ ദൈവത്തിൻ്റെ ദയ വറ്റിപ്പോകാത്തതാണ്. പുതിയ നിയമത്തിൻ്റെ ബൈബിളിൻ്റെ ഓരോ താളുകളിലും അവൻ്റെ ദയയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പരാജയപ്പെടാത്തതാണ്. ഹിസ് പ്രോമിസ് ഈസ് നോട്ട് ഫെയിൽ. യോശുവ 23:14 വാക്യം. ഏതാണ്ട് 110 വയസ്സുള്ള വന്യവയോധികൻ്റെ അനുഭവമാണ് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ഈ വാക്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കും. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. നോക്കുക, ആ ലാസ്റ്റ് പദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. വീഴ്ച വരുത്താതെ നമ്മളെ എന്ത് ചെയ്തു? താഴ്ചയിൽ നിന്നും നമ്മെ കരകയറ്റി അവൻ്റെ ഒപ്പമായിട്ടിരുത്തിയ നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എന്തെല്ലാം നന്മകളാണ് തരുന്നത്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നാം അവനിൽ നിന്ന് പ്രാപിക്കുന്നത്. ഈ വിശുദ്ധോസം രാവിലെ നമുക്ക് അവന് നന്ദി പറയാം. ഓ കർത്താവ്, എന്നിൽ എത്രയോ വീഴ്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ വീഴ്ചയും താഴ്ചയൊക്കെ നോക്കാതെ എന്നെ കരുതുന്ന, എന്നോട് കരുണ കാണിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്തങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു എന്ന് യോശുവോട് ചേർന്ന് നമുക്ക് പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വളരെ പ്രായമുള്ള, ഏതാണ്ട് 110 വയസ്സുള്ള വന്യവയോധികൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് വളരെ ബലവും ശക്തിയും തരുന്നതാണ്. ഈ 23-ാം അധ്യായം, യോശുവ 23-ാം അധ്യായം, യോശുവ ജനത്തോട് യാത്ര പറയുകയാണ്. അതിനു മുമ്പ് ജനത്തിന് ദൈവത്തിൽ ശക്തി പകർന്ന് കൊടുക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തി അല്ലാതെ ഈ ഭൂമിയിലെ നമുക്ക് ശക്തി കൊണ്ട് ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞത്, തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ, എൻ്റെ മകനെ ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറയുന്നത്. നമുക്ക് ക്രിസ്തുയേശുവിൻ്റെ കൃപ നമുക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ നമ്മൾ ശക്തിപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ദൈവം ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും വാക്ക് മാറാത്തതാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ആ വാക്ക് മാറാതെ നടത്തി കൊടുത്ത് എന്ന് യോശുവയ്ക്കും ജനത്തിനും ബോധ്യമുണ്ടാക്കി കൊടുക്കുന്ന 3 തരത്തിലുള്ള ആളുകളോടാണ് യോശുവ അവസാനമായിട്ട് സംസാരിക്കുന്നത്. പറഞ്ഞാൽ ഈ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടരാരാന്നറിയാമോ? അനുഭവിച്ചവരാണ്. ദൈവത്തിന് ധാരാളം കാര്യങ്ങൾ അനുഭവിച്ചവരാണ്. രണ്ടാമത്തെ കൂട്ടർ അവനെ അനുഗമിച്ചവരാണ്. അനുഭവിച്ചവർ എന്ത് ചെയ്തു? ദൈവത്തെ അനുഗമിച്ചു, അല്ലെങ്കിൽ പിൻപറ്റിയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അറിയാമോ? ദൈവത്തെ അറിയാത്തൊരു തലമുറ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോഴും ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ദൈവത്തെ അറിയാത്ത ഒരു തലമുറ. അപ്പോൾ 3 കൂട്ടരോടാണ് യോശുവ സംസാരിക്കുന്നത്. ഒന്ന്, അനുഭവിച്ചറിഞ്ഞവർ, അവനെ അനുഭവിച്ച് അറിഞ്ഞ ഒരു കൂട്ടം ദൈവജനം. 2, അവനെ അനുഗമിക്കുന്ന രണ്ടാമത്തെ കൂട്ടർ, അവരാണ് രണ്ടാമത്തെ കൂട്ടർ അനുകരിച്ചവരാണ്, അവനെ അനുകരിക്കുകയാണ്. 3, ദൈവത്തെ അറിയാത്ത ഒരു തലമുറ. ദൈവത്തെ അറിയാത്ത തലമുറയുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ നാം ദൈവത്തെ അനുഭവിച്ച് ജീവിച്ചവരാണ്. നാം ദൈവത്തെ അനുകരിക്കുന്നവരാണ്. ആ നിലയിൽ മറ്റുള്ള മുമ്പാകെ നമുക്ക് സാക്ഷ്യത്തോടെ ജീവിപ്പാനായിട്ട് ഇടയായി തീരണം എന്ന് യോശുവ സംസാരിക്കുന്നത് നമ്മോടും കൂടെ ഉള്ള ഒരു ഉപദേശമായിട്ട്, ദൂതായിട്ട് നാം കരുതിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമുണ്ട്. സങ്കീർത്തനം 34:8, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ
ഭാഗ്യവാൻ. മാത്രമല്ല തൻ്റെ സ്വന്തം സാക്ഷ്യം, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് അത് യോശുവയുടെ പുസ്തകം 24:15 നമുക്ക് കാണാണ്ട് കഴിയും. തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, പരാജയപ്പെടാത്ത ദൈവത്തിലുള്ള വിശ്വാസം യോശുവയും കുടുംബവും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വിശുദ്ധ രാവിലെ നമുക്കും തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ, വിശ്വസ്തനായ ദൈവത്തിൽ, പരാജയപ്പെടാത്ത ദൈവത്തിലുള്ള വിശ്വാസം യോശുവയും കുടുംബവും എങ്ങനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നുവോ, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദിവസം തുറന്ന് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ടിടയാണ്. ഇയ്യോബ് പറയുന്നു, എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി, എൻ്റെ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു, ബന്ധുക്കൾ മിത്രങ്ങൾ പരാജയപ്പെടാം. ഇയ്യോബ് 19:14 പണമില്ലാതാകാം. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുവാനായിട്ട് പണം നമ്മുടെ പക്ഷത്തില്ലാതാകാം, അതിൽ പരാജയപ്പെടാം. ഉൽപ്പത്തി 47:15 യോസെഫിൻ്റെ സഹോദരന്മാർ വന്ന് തൻ്റെ മുമ്പിൽ പറഞ്ഞ കാര്യം നോക്കുക. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം നഷ്ടപ്പെടാം, അത് പരാജയപ്പെടാം, സങ്കേതം പരാജയപ്പെടാം, ഒരുപക്ഷെ നാം ആശ്രയിക്കുന്ന ആശ്രയങ്ങളൊക്കെ പരാജയപ്പെടാം. ആരെല്ലാം മാറിയാലും, സഹോദരങ്ങളുടെ പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ മാറിയാലും ഒരുപക്ഷെ അത് പിൻവലിച്ചേക്കാം മാനുഷികമായ രീതിയിൽ. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടായാലും അത് ഉവ് എന്ന് തന്നെയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 1:20 അത് രേഖപ്പെടുത്തുകയാണ്. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ആകാശവും അതിലുള്ളതെല്ലാം അഴിഞ്ഞു പോകും, ഭൂമി മാറിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ ദയ മാറുകയില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം മാറുകയില്ല. ആകയാൽ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരായിരിക്കണം. പ്രിയ ശ്രോതാവേ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? കോരപുത്രന്മാർ സങ്കീർത്തനത്തിൽ 48:14 പറഞ്ഞതുപോലെ ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ സാധിക്കുമോ? അവൻ്റെ പ്രൊവിഷൻ അല്ലെങ്കിൽ അവൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കമ്പാഷൻ അല്ലെങ്കിൽ ദയ, ദൈവത്തിൻ്റെ പ്രോമിസ്, വാഗ്ദത്തങ്ങൾ നിങ്ങൾ അത് അനുഭവവേദ്യമാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പുതുവർഷത്തിൻ്റെ ആദ്യ മാസത്തിൻ്റെ അവസാന സൺഡേയിൽ, ലാസ്റ്റ് സൺഡേ, ഈ 25-ാം തീയതി അത് നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് വരണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾക്കുണ്ടാകണം. ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നന്ദി കരേറ്റുവാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇടയാകണം. ആയതിന് ഈ വചന കേൾവി അത് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ സഹോദരൻ ഡേവിഡ് പി. ഐസക്, രാജ്കോട്ട്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.